അതിന്റെ മുട്ടാണ് ഉപയോഗിക്കുന്നത്. അവര് കടയിൽ വെക്കുന്നത് ഇതിന്റെ എടുക്കുന്ന ആളുകളെ അതിന്റെ ഗ്രാമ്പൂവിന്റെ എണ്ണ ഈ പല്ലിന് ഡെന്റിസ്റ്റെല്ലാം ഉപയോഗിക്കില്ല. അതിന് ഒറിജിനൽ ഓയിൽ കണ്ണിന് ഗ്രാമ്പ് കിട്ടി കഴിഞ്ഞാൽ ഒരു പൂ കടിച്ചിരുന്നാൽ ഒരു പല്ലുവേദന ഉണ്ടാവില്ല. ഏതിന്റെ ഗ്രാമ്പൂല്ലേ അത് നമ്മുടെ ഇതിന്റെ കറുവപ്പട്ട കുറുമ്പ നേരിട്ട് അതാവും. പിന്നെ അമ്പതിൽ പഴുത്ത് കഴിഞ്ഞിട്ട് അതിന്റെ തൊലി എടുത്ത് കഴിഞ്ഞാൽ വെള്ളക്കുരുമുളക് കിട്ടും. അത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. 2 ഏക്കറുണ്ട്. അയാൾ കോഫി സാധാരണ കുടിക്കുന്ന കോഫി ഇല്ലേ, 2 ടൈപ്പ് കോഫി വരും. ഒന്ന് അറബിക്ക വരും. ഈ അറബികളൊക്കെ യൂസ് ചെയ്യുന്ന ഹാർഡ് കോഫി ഇല്ല, അത് മുതൽ ഇത് ലൈറ്റ് വരെ കോഫിയാണ്. ഇത് ഉപയോഗിക്കും, പല ടേസ്റ്റിൽ ഉപയോഗിക്കാം നമുക്ക് അതിൻ്റെ റോസ്റ്റ് അനുസരിച്ച്. ഇത് വരുന്നതാണ് ഈ റോബസ്റ്റ എന്ന് പറയും കോഫിക്ക്. ഇത് ഇൻസ്റ്റന്റ് കോഫിയാണ്. ബ്രൂ ഇൻസ്റ്റന്റ് ഇല്ലേ, ഇതാണ് ഉപയോഗിക്കുന്നത്. ഇതൊരൊറ്റ ടേസ്റ്റിലെ റോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇച്ചിരി റോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യൂസ്ലെസ് ആയി. അതാണ് ഇതിൻ്റെ ഒരു വേറെ പ്രത്യേകത. അതാണ് പല ടേസ്റ്റിലും വരും. നമ്മൾ റോസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് പല ടേസ്റ്റിൽ വരും. പക്ഷേ അതിൻ്റെ ഇല നടക്കുക, അതിൻ്റെ ഇല ഇത് അല്ല എല്ലാത്തിൻ്റെ കുരുവാണ്. അത് ഇപ്പോൾ കുരു തീർന്നു. ഇപ്പോൾ 2ാമത്തെ സെറ്റ് കുരു പിടിച്ചു വരുന്നുണ്ട്. ആ പൂത്തിട്ട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ പൂത്തത്. ആ പൂത്ത് കഴിഞ്ഞാൽ അത് പിടിച്ചോണ്ടിരിക്കും. ഇത് അതുപോലെ ഇതിപ്പോൾ കണ്ടല്ലോ, ഇപ്പോൾ ഒരു സെറ്റ് പൂ എല്ലാം കഴിഞ്ഞിട്ട് 2ാമത്തെ സെറ്റ് പൂ പിടിക്കുന്നുണ്ട്. ഇതുപോലെ പൂ വരും. ഇത് പൂ വന്നിട്ടാണ് പിന്നെ കുരുവാകുന്നത്. ഇത് കൊക്കോ. കഴിക്കാൻ പറ്റുമോ? ഇതിപ്പോൾ ഇങ്ങനെ കഴിക്കാൻ പറ്റില്ല. ഇതിപ്പോൾ കൊക്കോ. ഇത് മാത്രമല്ല പല കണ്ടമാനം പൂ വരും ഇതിന്. ഇതിന്റെ മരത്തിന്റെ കൊമ്പലാണ് പൂ വരുന്നത്. മറ്റുള്ള പോലെ നമ്മളെ പൂ എൻഡിലല്ല. അപ്പോൾ ഒരു റൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 10-15 പൂ ഉണ്ടാവും ഈ പൂവില്. ഇതിൽ ഒറ്റ പൂവേ കൊക്കോട്ട് വരുള്ളൂ. കാരണം ഇത് ഒറ്റ പൂവേ കൊക്കോട്ട് വരുള്ളൂ. പിന്നെ അത് നന്നായിട്ട് ഇതായി കഴിഞ്ഞ് പഴുത്ത് കഴിയുമ്പോഴാണ് ഇത് പതിര് വരുന്നത്. നല്ല കട്ടിയാണ് ഇത്. എന്താ ചെയ്യുക? അതെന്ന് വെച്ചാൽ ഇത് ഇവിടെ എടുത്തു വെച്ചതാ കട്ട് ചെയ്യാൻ. ഇത് കട്ട് ചെയ്താൽ ഇതെല്ലാം ഇത് കുരു വരും. ഈ കുരുവിനെ നമ്മളൊരു എല്ലാം കളക്ട് ചെയ്തിട്ട് 10 ദിവസം പുളിപ്പിക്കാൻ വെക്കും. അതിന് ഫെർമെൻറ്റേഷൻ എന്ന് പറയും ഇംഗ്ലീഷിൽ പറയുന്നത്. ഈ 20 ദിവസം പുളിപ്പിക്കാൻ പറ്റുന്ന സമയത്ത് ഒരു 5 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതിൽ കൊക്കോ ടേസ്റ്റ് റിലീസ് ചെയ്യാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് ഇത് കംപ്ലീറ്റ്ലി വാരിയെടുത്ത് നന്നായിട്ട് കഴുകി ഉണക്കും. ഉണക്കി കഴിഞ്ഞിട്ട് പിന്നെ റോസ്റ്റ് ചെയ്തിട്ടാണ് പൊടിച്ചിട്ട് കൊക്കോ പൗഡർ എടുക്കുന്നത്. ചോക്ലേറ്റ് അതിന് കൊക്കോ പൗഡർ പ്യൂർലി യൂസ് ചെയ്താൽ അതിനകത്ത് ധാരാളം കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. നല്ല കയ്പ് ടേസ്റ്റ് ആയിരിക്കും. കേക്ക്, ചോക്ലേറ്റ്, എന്താ ഡ്രിങ്ക്സ് ഇപ്പം കാൽഷ്യം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ഇത് പിള്ളേർക്കായാലും വലിയവർക്കായാലും ഇത് നമ്മൾ കഴിക്കാൻ കൊടുത്തിട്ടുണ്ട്. നല്ല ഇതാണ് ഹെൽത്ത്. ഈ എല്ലിന് അസ്ഥിക്ക് നല്ല ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടി ഏറ്റവും നല്ല സാധനമാണ് ഇത്. അപ്പോൾ ഇത് വേറെ റോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ വേറൊരു പ്രോസസ്സിങ്ങിൽ പോകുമ്പോഴാണ് കൊക്കോ ബട്ടർ വരുന്നത്. ആ കൊക്കോ ബട്ടറാണ് ഈ കോസ്മെറ്റിക് പർപ്പസ് യൂസ് ചെയ്യുന്നില്ലേ, ക്രീമൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. ഈ സാധനം എടുക്കൂല അല്ലേ? ആ സാധനം യൂസ്ലെസ് ആണ്. നമുക്ക് കുരു മാത്രമേ ഉള്ളൂ. കുരു മാത്രം. ഡ്രൈ ഫ്രൂട്ട് വരെ അത്തിയാണ്. അത്തി 2 തരം ഉണ്ട് കേട്ടോ. ഒന്ന് കഴിക്കണ അത്തി. അതെ, പക്ഷെ യഥാർത്ഥത്തിൽ നമ്മുടെ ഇവിടെ ആരും അങ്ങനെ ഇത് കഴിക്കാറില്ല. ഇത് ഇതിന്റെ വേറെ ടൈപ്പ് ഉണ്ടല്ലോ, ചെറിയ ടൈപ്പ്. അതാണ് പഴം പഴുത്തിട്ട് കഴിക്കുന്നതാണ് അത്. ഇത് പഴുത്ത് കഴിഞ്ഞാൽ ഇതിന്റെ കളർ ഏകദേശം ഈ മറൂൺ കളർ ആയിരിക്കും.
അതിനെ ഡയറക്റ്റ് ഉണക്കിയിട്ട് പിന്നെ പ്രസ് ചെയ്തിട്ടാണ് ഈ അത്തി ഡ്രൈ ഫ്രൂട്ട് വരുന്ന അത്തി റൗണ്ട് ആണ് ഇതിൽ വരുന്നത്. അത് കട്ട് ചെയ്യൂലേ? അത് കട്ട് ചെയ്യില്ലത്, ഒരു പീസ് ഒരെണ്ണമാണ്. അത് നല്ല ഉണങ്ങിയിട്ടില്ല എടുക്കുള്ളൂ. കഴിഞ്ഞാൽ ഇതാണത്, ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഇതൊക്കെ യൂസ്ലെസ് ആണ്. ഇപ്പം ഞങ്ങൾ ഈ മഴ സമയത്ത് ഞാൻ കഴിഞ്ഞുകൊണ്ടിരുന്ന സാധനങ്ങൾ ഉപയോഗിക്കാറില്ല. ഞങ്ങൾ മാർച്ച് ഏപ്രിൽ മെയ് അത് നമ്മുടെ സമ്മർ സീസണിലെ അത്തി ഉപയോഗിക്കാറുണ്ട്. അന്നേരോ അല്ല, അങ്ങനെ പഴുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ കഴിക്കില്ല. ഇതൊന്നും ഇത് ഉണക്കിയിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. പഴുത്ത് കഴിഞ്ഞ് കഴിച്ചാൽ രസം ഉണ്ടാവില്ല ഇതിന്. അങ്ങനെ ഇതിൻ്റെ ഒരു ദോഷം. ഇതിൻ്റെ എന്ന് വെച്ചാൽ ഇതിലെ അത്തിപ്പഴം നല്ല ഇതിൽ വെച്ചാൽ നല്ല കഴിച്ചാൽ നല്ല ഇതാണ് വയറിന് ഉണ്ട്. പക്ഷെ കുറച്ച് അധികമായാലും വയറിളകും. ഫൈബർ അടങ്ങിയിരിക്കുന്നുണ്ടേ, അധികമായാലും ഇതായിട്ട് പോകും. ഇത് കറാമ്പട്ടല്ലേ? ഇത് കറാമ്പട്ടല്ലേ? ആ, അതറിയാം, വീട്ടിലുണ്ട്. അത് 2 തരം കിട്ടുന്നുണ്ട്, അറിയോ? അതൊക്കെയറിയില്ല. വീട്ടിൽ വെച്ചാൽ ഡയറക്റ്റ് ഉപയോഗിക്കാം. കറുവപ്പട്ടയ്ക്കെല്ലാം വെളിയിലെ പട്ട ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന് സിനമൺ സ്റ്റിക്ക് എന്ന് പറയും. അത് മധുരമാണ്. മധുരം ഉണ്ടെങ്കിൽ അത് നമ്മൾ കേക്ക് ടീ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി അത് ഉപയോഗിക്കും. ഫസ്റ്റ് ആയിട്ട് തന്നെ ഉപയോഗിക്കും. ഉള്ളിലെ പട്ട ഇത് മെഷീൻ വെച്ച് ഞങ്ങൾ എടുക്കും. അത് റോളായിട്ട് വരുന്നത്, സിനമൺ റോൾ എന്ന് ഇംഗ്ലീഷിൽ പറയും. അത് നമ്മൾ സ്പൈസിയാണ്. അതായത് നമ്മുടെ ബിരിയാണിക്കൊക്കെ ഉപയോഗിക്കുന്ന ആ സാധനമാണ്. നമ്മുടെ ഇന്ത്യയിൽ കിട്ടുന്ന പട്ട മൊത്തം ഇന്ത്യയുടെ അല്ല കേട്ടോ, അത് ശ്രീലങ്കയുടെ ഒരു സാധനമാണ്. ഇവിടുത്തെ സാധനം നല്ലതെല്ലാം കയറി പോവാണ്. ഇത് ഇൻസുലിൻ പ്ലാന്റ് എന്ന് പറയും. അതെന്താ സംഭവം? ഡയബറ്റിക് പേഷ്യന്റിന് ഈ ഷുഗർ കഴിക്കാൻ പറ്റിയ സാധനം. ഇതെന്താ ഇല കഴിക്കുക? ഇല ഇപ്പം നമ്മൾ വെറും വയറ്റിലാണെങ്കിൽ കാലത്ത് ഒരു ഇനിയിട്ട് ഒരു 5 ഇല ഒരു 6 ഇലയൊക്കെ ഡെയിലി കഴിച്ചിട്ടുണ്ടെങ്കിൽ ടൈപ്പ് 2 ഷുഗർ, ഒരു 300 വരെ ഷുഗറുള്ള ആൾക്ക് ഇത് ഏറ്റവും നല്ല സാധനമാണ്. ഇത് ഇലയാണ് കഴിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാ ഫലങ്ങളും കിട്ടില്ലല്ലോ. അപ്പോൾ അതിന് ഞങ്ങളിത് കട്ട് ചെയ്ത് നമുക്ക് പൗഡറാക്കി വെക്കുന്നുണ്ട്. ആ പൗഡർ 1 ലിറ്റർ വെള്ളത്തിൽ 1 ടീസ്പൂൺ പൗഡർ ഇട്ട് തിളപ്പിച്ച് ചായ കുടിക്കുന്ന മാതിരിയെ മാറ്റി വെച്ചിട്ട് ഡെയിലി 1 ലിറ്റർ പാനി വൈകുന്നേരം വരെ കുടിച്ചാൽ ഷുഗറിന് കുറവുണ്ടാവും. കണ്ടണ്, പേരറിയില്ല. കണ്ടണ്, പേരറിയില്ല. ലൈറ്റ് നീല കളറിലെ പൂ ഉണ്ടാവും. അത് മറ്റുള്ള ഇതിന് ഉപയോഗിക്കും. പക്ഷേ ഇത് കായയുടെ തന്നെ യൂസ്, അതായത് സെമി മെഡിസിനുമാണ്, സെമി ഡ്രഗുമാണ്. ഇത് 2 കായൻ്റെ അരി മൊത്തം ടോട്ടലി ഉണങ്ങി കഴിഞ്ഞിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ആളുകൾ സൂസൈഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. വിഷം വെച്ചാൽ ഹൈ ഡ്രഗാണ്. ഇത് വിഷമല്ല. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ആദ്യം ആളെ ഫുൾ ഇതാവും, നശ വരും കൂടുതൽ. അത് കഴിഞ്ഞിട്ടാണ് മരിക്കുന്നത്. ഇത് അല്ലാണ്ട് ഇതൊരു 6-7 അരി മാത്രം എടുത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല നശയായിരിക്കും ഇത്. ഇത് ഞങ്ങളിവിടെ ഇത് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഞങ്ങളിത് കംപ്ലീറ്റ്ലി മെഡിസിനാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ എണ്ണ എടുക്കും ഞങ്ങൾ. എണ്ണ എടുത്ത് തൊലിപ്പുറത്തുണ്ടാകുന്ന ചൊറിച്ചില്, സോറിയാസിസ്, അതിനൊക്കെ ഏറ്റവും ബെസ്റ്റ് മരുന്നാണിത്. എന്താ അതൊന്ന് ഓരോ ടൈമിൽ അല്ല ഒന്ന് ഞെരുകി നോക്കുക. നല്ല മണമുണ്ട്. പല മണം ഉണ്ടാകത്തില്ല. ഓരോ ടൈമിൽ ഓരോ സ്മെല്ല് വരും. ചീഫി മണത്തോക്കിയാ മണത്ത് നോക്ക്. ഇത് സർവ്വസുഗന്ധി എന്ന് പറയും. നല്ല മണം. ഇതിൻ്റെ അരിയില്ല, ഇതിൻ്റെ അരി ഉണക്കിയിട്ട് പൗഡറാക്കി കഴിഞ്ഞാലേ. അരിയോ? ഇതിൻ്റെ അരിയുണ്ട്, കായ ഉണ്ടാവും. അരി നല്ല കായ, തെക്കൻ കേരളക്കാർ അങ്ങനെ അരി എന്ന് പറയാം. ഇതിൻ്റെ കായ പൊടിച്ച് മസാല ആക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൽ 5 മസാലയുടെ സ്മെല്ലും 5 മസാലൻ്റെ ഒരു സ്മെല്ല് കിട്ടുന്നുണ്ട്. എല്ലാം ഉണ്ട്. അത് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ നമ്മുടെ ജാതിക്കായ, ഇഞ്ചി, ഇതിൻ്റെ എല്ലാം സ്മെല്ലും ടേസ്റ്റും വരും. ഇത് കേരളത്തിലെ വലിയ വലിയ റെസ്റ്റോറൻറ്റിലെ സീക്രട്ട് റെസിപ്പിയാണ്. ഇത് വളരെ റെയറാണ്. ഇത് നമ്മൾ മറ്റുള്ള മസാലകളൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം ഇത് ഇത്തിരി പൊടി മതി, എല്ലാ സ്മെല്ലും കിട്ടും. ഇത്
ഇത് കസ്തൂരി മഞ്ഞൾ ആ അറിയാം, വീട്ടിലുണ്ട്. വീട്ടിലുണ്ട്. നമ്മൾ മുഖത്ത് തേക്കാൻ വേണ്ടി ചുരുക്കമാണ്. ആ ഇത് നമ്മുടെ കാന്താരി മുളക്. ആ അത് വീട്ടിലുണ്ട്. കാന്താരി മുളകിൻ്റെ ഉപയോഗം ഇത് സാധാരണ എല്ലാം കറിയിലൊക്കെ ഉപയോഗിക്കില്ല. പക്ഷെ അതിന് കൊളസ്ട്രോള് കൊളസ്ട്രോൾ കുറയ്ക്കാനും അതിൽ വെയിറ്റ് കുറയ്ക്കാനും പറ്റിയ സാധനമാണ് ഇത്. അയ്യോ, ഇത് ഏറ്റവും ബെസ്റ്റ് സാധനം. ഇത് ഹണിയിലെ, അതായത് തേനിൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ വെയിറ്റ് എപ്പോൾ കുറഞ്ഞു കഴിച്ചാൽ മതി. ഹണിയിൽ ട്രീറ്റ് ചെയ്യണം, വെറുതെ കഴിച്ചിട്ട് കാര്യമില്ല. മെഡിക്കൽ ഹണിയിൽ ട്രീറ്റ് ചെയ്ത മുളക് കഴിച്ചിട്ടുണ്ടെങ്കിൽ, ഹണി പൊടി കഴിച്ചിട്ടുണ്ടെങ്കിൽ വെയിറ്റ് കുറയും. ഇത് നമ്മൾ ശതാവരി അറിയുമോ? അയ്യോ, മലയാളത്തിന് ശതാവരി അറിയില്ലേ? കണ്ടില്ല. ഇതിപ്പോൾ ഇല ഉണങ്ങിയിട്ടിരിക്കുകയാണ്. ഇത് വേറെ പ്ലാന്റ് ഇപ്പോൾ കിളുത്ത് വരുന്നുണ്ട്. ഇതൊരു വള്ളിയാണ്. ഇതിൻ്റെ ഇതിൻ്റെ വേരിൻ്റെ പേസ്റ്റ് ലേഡീസിന് ഏറ്റവും നല്ല സാധനമാണിത്. ലേഡീസിന് ഗർഭാശയ സംബന്ധമായ അസുഖങ്ങൾക്ക്, PCOD, പെയിൻഫുൾ മെൻസ്ട്രൽ, അതായത് പ്രഗ്നൻറ്റ് ലേഡീസിന് നല്ല ഇമ്മ്യൂണിറ്റി പവർ കിട്ടും. ഈ മുലപ്പാൽ കൂട്ടുന്ന അമ്മമാർക്ക് മുലപ്പാലിൻ്റെ ക്വാളിറ്റി കൂട്ടാനൊക്കെ ഇതിനൊക്കെ നല്ല മെഡിസിൻ അത്. അതുകൊണ്ട് ആയുർവേദത്തിലെ ക്വീൻ ഓഫ് ആയുർവേദിക് മെഡിസിൻ അറിയപ്പെടുന്നത്, ആയുർവേദത്തിലെ രാജ്ഞി. ഇത് പിന്നെ വേറെ ഒന്ന് സന്ധിസുധ എന്ന് പറയും. എങ്ങനെ? സന്ധിസുധ. ആ, അത് നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ. ഇതോ സന്ധിസുധ ഇതന്നെയാണ് അറിയില്ല. അതേപോലത്തെ വേറെ ഒരു വേറെ ഒന്നും ഇതുണ്ടാകാൻ സാധ്യതയില്ല. ഇതൊക്കെ റെയറാണ് ഇത്. ആ, ഇതെന്തിനാണ്? പ്രമേയ? അല്ലല്ല, ഇതിന്റെ എണ്ണ എടുത്ത് വെച്ചാൽ ജോയിന്റ് പെയിന്, പെയിനൊക്കെ നല്ല മരുന്നാണ് ഇതിന്റെ. ഇത് നമ്മൾ വാതഹരി എന്ന് പറയും. ഇതിന്റെ എണ്ണ എടുത്തില്ല. ഇതിന്റെ എണ്ണ നമ്മുടെ മസിൽസ് പെയിന്, ദേഹത്ത് വേദനയ്ക്കല്ലേ, ബാക്ക് പെയിനൊക്കെ ഇതിന്റെ എണ്ണ ഏറ്റവും നല്ല ഇതാണ്. ഉനക്കെന്ത് എന്തോ തൊള്ളായിട്ടുണ്ട്? എന്തോ ചമച്ച്. ഇത് കേശദാനി എന്ന് പറയും. മുടി പൊടിച്ചില്, മുടി വീണ്ടും സ്പ്ലിറ്റ് ആവുന്നില്ല. മുടി സ്പ്ലിറ്റ് ആവാന്, ഡാൻഡ്രഫ്, പിന്നെ മുടിയിൽ ചുരുളുണ്ടായ ചൊറിച്ചിലൊക്കെ ഇതിന്റെ എണ്ണ നല്ലതാണ്. അതൊരു എണ്ണയാണ് എടുക്കുന്നത്. ഇത് അടൂസ എന്ന് പറയും. നമ്മുടെ നാട്ടിൽ ഇത് ആടലോടകം എന്ന് പറയുന്ന സാധനം. ആടലോടകം ചുമക്കല്ലേ? ഏറ്റവും നല്ല ചുമക്ക്. അത് പിന്നെ അതിൽ കൂടെ ഇതിൻ്റെ കൂടെ വേറെ മരുന്നിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ബ്രോൺകൈറ്റിസ്, ആസ്മ, പിന്നെ ഈ നല്ലപോലെ ശരിക്കും സ്മോക്ക് ചെയ്യുന്നവർക്ക് ലങ്സ് ക്ലീനിങ്ങിന്, അതുപോലെ നമുക്ക് ഈ പൊല്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ ശ്വാസം എടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ടല്ലേ, അതിനൊക്കെ ഇതിൻ്റെ മെഡിസിൻ നല്ലതാണ്. ഇന്ന് നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ കഫ് സിറപ്പിൻ്റെ ഇതിൻ്റെ ആണ് ബേസ്. ഇത് പിന്നെ ഹിന്ദുക്കൾക്ക് ഫേമായിട്ടുള്ള സാധനമാണ് രുദ്രാക്ഷം. രുദ്രാക്ഷത്തിൽ പല സൈസിലും വരുന്നുണ്ട്. ഒരു കായ അത് തന്നെ സാധനമാണ്. ഒരു മുഖം മുതൽ 18 മുഖം വരെയുള്ള കായ ഉണ്ട്. അതിൽ ഒരു മുഖത്തിന് നല്ല ഒറിജിനൽ രുദ്രാക്ഷത്തിന് നല്ല വിലയാണ്. 1 ലക്ഷത്തിന് മുകളിൽ വിലയുണ്ട് കായ്ക്ക്. പിന്നെ അത് വേറെ ഇതെല്ലാം അറിയാമല്ലോ, റിലീജിയസ് പർപ്പസ് ആണ് അത് ചെയ്യുന്നത്. ഇത് നാഗകേസർ എന്ന് പറയും. ഇതിന്റെ പൂ റിലീജിയസ് നോക്കുമ്പോഴത്തേക്ക് ഇത് ഹിന്ദുക്കളെ ഇത് ശിവപൂജയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്. പിന്നെ ഇതിന്റെ പൂ ഉണങ്ങി കഴിഞ്ഞിട്ട് ഇതിന്റെ പൗഡർ ആക്കിയാലേ ആ പൗഡറും തേനും തമ്മിൽ മിക്സ് ചെയ്തിട്ട് നമ്മുടെ പൈൽസ് പേഷ്യന്റിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ 25 ദിവസം സേവനം ചെയ്തിട്ടുണ്ടെങ്കിൽ പൈൽസ് തനിയെ ഉണങ്ങിപ്പോകും. അവർക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ട ഗതിയില്ല. അത്രയ്ക്ക് പവറുള്ള മരുന്നാണ് ഇത്. പക്ഷെ ഇതും വളരെ റെയറാണ് മരം. അല്ല, ഇതിന്റെ പൂ ഉണക്കിയിട്ട് അതിന്റെ പൗഡർ ആക്കണം. ഒന്ന് കായൊന്നും തിന്നരുതിട്ടാ. ഇത് ഗന്ധപാലെന്ന് പറയും. ഈ മരത്തിന്റെ തൊലിയാണ് ഉപയോഗിക്കുന്നത്. മരത്തിന്റെ തൊലിയുടെ എണ്ണ, തൊലിപ്പുറത്തുണ്ടാകുന്ന ഫംഗസ് പ്രോബ്ലം അല്ലേ, ഫംഗസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതിന്റെ ഒരെണ്ണ മാത്രമേ ഞങ്ങൾ എടുക്കില്ല. അതിനിപ്പോൾ ഇതിന്റെയും ആ ഉമ്മത്തിയും കായന്റെയും കൂടെ ടോട്ടലി ഒരു എണ്ണ എടുക്കാൻ കംപ്ലീറ്റ് സ്കിൻ ഡിസീസിന് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ബറാബ എന്ന് പറയും. ഇത് ബറാബ എന്ന് പറയുമ്പോൾ ചെറിയ ഒരു തരം ഫ്രൂട്ടാണ് ഇത്. ഈ ഫ്രൂട്ട് ഇത് സാധനം ഇവിടുത്തല്ല, ബ്രസീലിലാണ്. ബ്രസീലിൽ വന്ന് ഇവിടെ പെട്ട സാധനമാണ് ഇത്. ഈ സാധനത്തിൻ്റെ നല്ല
പുളിയും മധുരമുള്ളൊരു കായാണ് ഇത്. ബറാബ. ആ ഇതൊരു മഞ്ഞ കളറാവൂലേ? ആ മഞ്ഞ കളറ്. ശരി. ആ ഒരു കഴിച്ചിട്ടുണ്ട്. കഴിച്ചിട്ടുണ്ട്. ഫ്രണ്ടിന്റെ വീട്ടുണ്ട്. ഫ്രണ്ടിന്റെ വീട്ടുണ്ട്. അതെന്ത് അങ്ങനെ ആരും ജസ്റ്റ് കൊണ്ട് നല്ല കിട്ടും. നല്ല രസമാണ്. പക്ഷെ മിനറൽസ് നല്ലപോലെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ ഇത് വാടി അവിടെ ഇട്ടാ. ഇത് മഹാരാഷ്ട്രയിലെ രത്നഗിരി ഗോവ സൈഡിലൊക്കെ കാണുന്ന ഒരു സാധനമാണ് കൊക്കം എന്ന് പറയും. അത് നമ്മൾ അവിടുത്തെ കുടംപുളിയാണിത്. അത് കുടംപുളി ആണെങ്കിൽ ഇതിന്റെ ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്, കൊക്കം ജ്യൂസ് എന്ന് പറയും. ഈ അടുത്തയിലൊക്കെ നല്ല കിട്ടുന്നത്. അത് വയറിനൊക്കെ നല്ല സുഖമുള്ള സാധനമാണ്. നല്ല കോൾഡ് എഫക്റ്റ് കിട്ടും. സിന്നമൺ ഗാർഡൻസ്. ലെമൺ ഗ്രാസ്. ലെമൺ ലെമൺ ഗ്രാസ് പുൽത്തൈല ഉണ്ടാക്കുന്ന സാധനം അത് തന്നെ. ഇതിന്റെ ലെമൺ ടീ, ലെമൺ റൈസ്, അതുപോലെ ചൈനീസിന്റെ തൈവാനീസിന്റെ ഒക്കെ ടോട്ടൽ ഫുഡിൽ ഇത് ഉപയോഗിക്കുന്ന സാധനമാണ്. അവരുടെ എല്ലാ ഫുഡിലും ഇത് മസ്റ്റാണ്. അവർക്ക് ഇതില്ലാണ്ട് ഒരു ഫുഡ് അവർ ഉണ്ടാക്കില്ല. പിന്നെ ഇതിന്റെ ഓയിൽ അതാണ് സെയിം ടു സെയിം യൂസ് ചെയ്യുക. ഇതിന്റെ ഓയിൽ അത് ഗ്യാസ്ട്രിക്കിനൊക്കെ ഏറ്റവും നല്ല. ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ഡ്രോപ്പ് ഓയിൽ ഇട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസിൻ്റെ പ്രോബ്ലം ഇൻസ്റ്റൻ്റായിട്ട് റിലീഫ് കിട്ടും. റൂം ക്ലീൻ ചെയ്യാൻ നല്ല സ്മെല്ലും ഉണ്ടാവും. ഈച്ചയും കൊതുവും എല്ലാം പോകും. ഒരു ബക്കറ്റിൽ ഒരു 5-6 ഡ്രോപ്പ് ഇട്ട് റൂം ക്ലീൻ ചെയ്താലേ നല്ല സ്മെല്ലായിരിക്കും. അത് വടി അവിടെ ഇടാ വാങ്ങിച്ചു. മുള്ളുണ്ടേ ഇത് നമ്മുടെ റബ്ബർ അറിയാമല്ലോ. ആ ഇതിന് 2 തരം പൈനാപ്പിൾ ഉണ്ട്. ഇതൊന്ന് ചെറിയ പൈനാപ്പിളാണ്. ഇത് ഗാർഡൻ പർപ്പസ് മാത്രമേ ഉള്ളൂ, അല്ലാതെ കഴിക്കാൻ പറ്റുന്ന സാധനമല്ല. ഇത് കഴിക്കുന്ന സാധനം. പിന്നെ ഇപ്പോൾ ഉണ്ട് നമ്മുടെ അലോവേര ഉണ്ട്. എന്താ കറ്റാർ വാഴ. പിന്നെ അതൊരു ചെറിയാണ്. ഇത് നമ്മുടെ ഇന്ത്യൻ്റെ അല്ല, സൗത്ത് അമേരിക്ക എന്നുള്ള ചെറിയാണ്. സുരീനാം കണ്ടെന്ന സ്ഥലത്തു നിന്നുള്ളതാണ്. അത് ഒരു പുളിയാണ്, അത്ര വലിയ രസമൊന്നുമില്ല. പിന്നെ ഈ മഞ്ഞപ്പൂ, ഇതിന് യാക്കൂബ എന്ന് പറയും. അത് നമ്മുടെ ഇന്ത്യൻ അല്ല, ഫോറിൻ ആണ്. അവനെ നിലത്ത് വെക്കരുത്, നടന്നു വീഴും. ഇത് നമ്മുടെ കറുത്ത ഏലക്ക, കറുത്തത്. ഇത് മോസ്റ്റ്ലി കഴിക്കുന്നത് നമ്മുടെ ഡൽഹി, പഞ്ചാബ് സൈഡിലെ ആൾക്കാരാണ്. വെജില് നോൺ വെജില് അവരുടെ എല്ലാ ഭക്ഷണത്തിലും ഇതുണ്ടാവും. നമ്മൾ സൗത്ത് ഇന്ത്യക്കാർക്ക് അങ്ങനെ കഴിക്കാറില്ല കൂടുതൽ. ഇതൊരു സ്മോക്കി ടേസ്റ്റാണ്. ഈ പുകയുടെ ടേസ്റ്റ് ആയിട്ടുള്ളത്. ഇത് ചുവട്ടിലാണ് ഉണ്ടാകുന്നത്. ഈ മഞ്ഞപ്പൂവാണ് ഏലക്കായിട്ട് വരുന്നത്. ഇത്ര നല്ല ഉണ്ടാവും. ഇതാണ് നമ്മുടെ സാധാ ഏലക്ക അല്ലേ? അങ്ങനെ ഉണ്ടാവുമല്ലോ ഏലക്ക. അങ്ങനെ ഉണ്ടാവുക. സാധാ ഏലക്ക കണ്ടാൽ ഇത് നമ്മുടെ ഈ വെള്ളപ്പൂവ്, ഈ വെള്ളപ്പൂവാണ് പിന്നെ ഏലക്കായിട്ട് വരുന്നത്. ഇത് വിളഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഫറെന്റ് കളറാവും. ഇതെടുത്തിട്ട് ഉണക്കുക. ഇത് എടുത്തിട്ട് ഉണക്കാണ്. ഇത് ഉണക്കുന്നതിന് മുന്നേ ഇത് പറിക്കാൻ വേണ്ടി സ്പെഷ്യലി ട്രെയിൻഡ് ലേഡീസ് ഉണ്ട് ഇവിടെ. അവർക്കറിയാം, നന്നായിട്ട് ടച്ച് ചെയ്ത് അവർക്കറിയാം നല്ല വിളഞ്ഞു കിട്ടും. ഇതുമാതിരി വിളഞ്ഞ വിത്ത് ഉണ്ടെങ്കിൽ ഇതുപോലെ കറുത്ത ഏലക്കായിട്ട് വരും. ഇതാണ് ഏലക്കല വിത്ത്. ഇതുപോലെ കറുത്തതാണ്. നമുക്കിവിടെ കറുത്തത് കിട്ടാറില്ല. അതല്ല, അതിൻ്റെ ഉള്ളിൽ അത് ഉള്ളിൽ കഴിച്ചു നോക്കും. അത് വിത്തേ അത് നല്ല മധുരമായിരിക്കും. സീഡ്സ് ക്രഷ് ചെയ്ത് ഉണക്കുന്നതാണ്. ഇത് ഇതിൽ ടോട്ടലി പറിച്ചിട്ട് ഉണക്കുന്നത് ഭയങ്കര പ്രോസസ്സാണ്. ഇത് ഡാർക്ക് റൂമിലിട്ടിട്ട് ഹോട്ട് എയർ
ബ്ലോ ചെയ്തിട്ട് നമ്മൾ ഓവൻ മാതിരിയാണ് ഉണക്കുന്നത്. 6 കിലോ പച്ചയിലൊക്കെ ഉണക്കിയാൽ കിട്ടുന്ന 1 കിലോ ആണ്. അപ്പോൾ അതിൽ തന്നെ പല ക്വാളിറ്റി ഉണ്ട്. 8 mm ഡയൽ, 20 mm ലെങ്ത്തിൽ ഫസ്റ്റ് ക്വാളിറ്റി. ആ ക്വാളിറ്റിക്കൊക്കെ ഭയങ്കര വിലയാണ്. അത് വിദേശത്ത് പോകൂലേ? അതെല്ലാം വിദേശത്ത് പോകുന്നു സാർ. ഇപ്പോൾ അത് ആരും വാങ്ങാൻ പറ്റില്ല. അതൊക്കെ 9 രൂപയ്ക്കുള്ള വിലയുണ്ട് അതിന്. എത്ര? 9,000 മിനിമം kg. kgക്ക് അതിൻ്റെ കൂടുതൽ വില വരും. പിന്നെ നമുക്ക് ഇവിടെ കിട്ടുന്ന വെച്ചാൽ ഇപ്പോൾ കടകളിലൊക്കെ കിട്ടുന്നതിൻ്റെ ഇവിടെ തേർഡ് ക്വാളിറ്റി എടുത്തതിൻ്റെ അതിൻ്റെ തേർഡ് ക്വാളിറ്റിയാണ് നമുക്ക് കടയിൽ കിട്ടുന്നത്. ഇത് പറഞ്ഞാൽ ഒറിജിനൽ കറുത്ത അരി ഉണ്ടാവണം ഇതിനകത്തില്ല. അപ്പോൾ ഇത് ഉണങ്ങി കിട്ടുന്നതിൽ ഒരു പീസ് ഉപയോഗിക്കുന്നതും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിന് 50 ഗ്രാമിന് തുല്യമാണ്. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഇത് റൗണ്ട് കണ്ടില്ല, ഒരു റൗണ്ടിൽ മാക്സിമം കിട്ടുന്നത് നമുക്ക് ഇതൊക്കെ തന്നെ ഇതൊക്കെ ഇപ്പോൾ എല്ലാം വെട്ടിക്കളഞ്ഞത്. ഇവിടെ ഈ ക്ലൈമറ്റ് ചേഞ്ച് ആയപ്പോൾ ചൂട് കയറിയപ്പോൾ ഇതിനെല്ലാം ചൂടടിച്ചാൽ നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ നോക്കണം ഇതിന്. ആണ് ഇതിൽ കൃഷിയുടെ ഭയങ്കര ഇത്. അപ്പോൾ ഇതൊരു ടൈം കഴിഞ്ഞാൽ പീരീഡ് കഴിഞ്ഞാൽ വെട്ടി ഉണക്കിയാണ് ഇത്. പ്രൊഡക്ഷൻ കുറവാണ്, പൈസ ചിലവ് കൂടുതലാണ്.